നെക്സ്റ്റ് എന്താണ് ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ മുന്നേ നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡെൽറ്റ എക്സ് വെരി സ്മാൾ, അതായത് 0 ടെൻഡ് ചെയ്യുമ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരുന്നത്. ഓക്കെ, പിന്നെ ഈ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. Let f of x be a function whose domains contains an open interval about x0. അതായത് നമുക്കൊരു പോയിൻ്റ് ഉണ്ടായിരിക്കും, x0 എന്ന് പറയുന്ന ഒരു പോയിൻ്റ്, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് ആ ഒരു പോയിൻ്റ് x0 ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെങ്കിൽ ദ ഫോളോയിങ് ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു, അതായത് ഈ താഴെ കിടക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണം. അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ f dash of x0 is equal to limit delta x tending to 0 delta y by delta x, which is equal to delta x tending to 0 f of x0 plus delta x minus f of x0 divided by delta x, where delta x is a small real number, positive or negative, which are not enough to 0. Which are near enough to 0, so that f of x0 plus delta x is defined and delta y is equal to f of x0 plus delta x minus f of x0. Then f dash of x0 is called the derivative of f of x at x0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആവുന്ന തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ. അപ്പോൾ എന്താണ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഫോർമൽ ഡെഫിനേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞൊരു ഡെഫിനേഷനാണ് എഴുതി വെക്കേണ്ടത്. ഇനി നമ്മൾ മുന്നേ ചെയ്ത അതേ പ്രോബ്ലംസ് തന്നെ റിപ്പീറ്റേഷനാണ്. യൂസ് ദ ഫോർമൽ ഡെഫിനേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആൻഡ് ദ റൂൾസ് ഓഫ് ലിമിറ്റ്സ് ടു ഡിഫറൻഷിയേറ്റ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത്. അതായത് റൂൾസ് ഓഫ് ലിമിറ്റ്, നമ്മളിപ്പോൾ ഒരുപാട് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് റൂൾസ് പഠിച്ചിട്ടുണ്ട്. ആ റൂൾസും ഫോർമൽ ഡെഫിനിഷൻസും യൂസ് ചെയ്തിട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആൻഡ് എക്സ് നോട്ട് ബി എനി റിയൽ നമ്പർ. നമുക്കിവിടെ സ്പെസിഫൈ ചെയ്തിട്ട് എക്സ് നോട്ട് ഏതാ വാല്യൂ എന്നൊന്നും തന്നിട്ടില്ല. ചിലപ്പോൾ എക്സ് നോട്ട് എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 2 അങ്ങനെ എന്തെങ്കിലും വാല്യൂസ് തരാം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ എക്സ് നോട്ട് ബി എനി റിയൽ നമ്പർ എന്നത്. സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ, അതായത് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? പോളിനോമിയൽ ഒരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. സോ പോളിനോമിയൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി റിയൽ നമ്പർ. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. ഈ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നതും എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. എല്ലായിടത്തും കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഇൻ പെർട്ടിക്കുലർ ദ പോയിന്റ് എക്സ് നോട്ടിലും അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആണെന്നും എഫ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് ക്യൂബ് എന്നും നമുക്ക് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കുകയാണ്. ബൈ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ബോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയാം. അതേ ഈക്വൽ ടു ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എക്സ് ക്യൂബ് എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബ് എന്നായിട്ട് മാറും. അതാണ് ഇവിടെ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? എക്സ് നോട്ട് ഹോൾ ക്യൂബ് എന്ന് പറയും അല്ലേ. അതായത് എക്സിന് പകരം എക്സ് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ എ പ്ലസ് ബി ഹോൾ ക്യൂബ്, അതായത് എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3a പ്ലസ് 3 ഒരു മിനിറ്റ് എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3a ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എന്ന് പറയുന്ന ആ എക്സ്പാൻഷൻ വെച്ചിട്ട് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് നോട്ട് എന്ന് പറയുന്നതും അതേമാതിരി തന്നെ ബി എന്ന് പറയുന്നത് ഡെൽറ്റ എക്സും ആയിരിക്കും. അത് വെച്ച് നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും എക്സ് നോട്ട് ക്യൂബ് പ്ലസ് 3x നോട്ട് സ്ക്വയർ ഡെൽറ്റ എക്സ് പ്ലസ് 3x നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ ക്യൂബ് മൈനസ് എക്സ് നോട്ട് ക്യൂബ് വോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെയും ഡെൽറ്റ എക്സ് നോട്ട് ഹോൾ ക്യൂബ് ഉണ്ട്. ഇവിടെ ഒരു മൈനസ് ഡെൽറ്റ എക്സ് നോട്ട്
എക്സ് നോട്ട് ക്യൂബും ഇവിടെ ഒരു മൈനസ് എക്സ് നോട്ട് ക്യൂബും ഉണ്ട്. അത് രണ്ടും കൂടി എന്തായിട്ട് മാറും? ക്യാൻസൽ ചെയ്തിട്ട് പോകും. ഇനി ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത് അടുത്തൊരു സ്റ്റെപ്പിൽ നെക്സ്റ്റ് റിമൈനിങ് ടേംസ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പ് മുതൽ ഇതുവരെ ഉണ്ടായിരിക്കുള്ളൂ. ഇതിൽ എല്ലാത്തിലും ഒരു ഡെൽറ്റ എക്സ് കോമൺ ആണ്. സോ നമ്മൾ ഡെൽറ്റ എക്സിനെ പുറത്തേക്ക് എടുക്കുക. ഡെൽറ്റ എക്സിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്തുണ്ടായിരിക്കും? 3x0² പ്ലസ് 3x0 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ വോൾ ഡിവൈഡഡ് ബൈ ഒരു ഡെൽറ്റ എക്സ് ഉണ്ടായിരിക്കും. സോ ആ ഡെൽറ്റ എക്സിനെയും നമ്മൾ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ബാക്കി നമുക്ക് എന്തേ ഉണ്ടായിരിക്കുള്ളൂ? 3x0² പ്ലസ് 3x0 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 3x0² പ്ലസ് 3x0 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ഫോർ ആൾ ഡെൽറ്റ എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ഫോർമൽ ഡെഫിനേഷൻ ഓഫ് ഡെറിവേറ്റീവ് എടുക്കുക. ഫോർമൽ ഡെഫിനേഷൻ ഓഫ് ഡെറിവേറ്റീവ് പ്രകാരം നമുക്ക് എന്താ പറഞ്ഞത്? f'(x0) അതായത് ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ദ പോയിന്റ് x0 എന്നാണ് ഇതിനെ വായിക്കുക. f'(x0) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് ദ പോയിന്റ് x0 എന്നാണ് അതിന് പറയുക. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഡെഫിനേഷൻ പ്രകാരം എന്താണ്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. സോ അതെന്തായിട്ട് മാറും? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 3x² പ്ലസ് 3x0 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ എന്നുമായിട്ട് മാറും. ഇത് നമ്മൾ ഉപയോഗിച്ചത് റീപ്ലേസ്മെൻറ്റ് റൂളായിരുന്നു. അതായത് ഇത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നാണ്. അതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? ഇത് റീപ്ലേസ് ചെയ്തു. എന്താ റീപ്ലേസ് ചെയ്തത്? 3x0² പ്ലസ് 3x0 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാണ്? റീപ്ലേസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ബൈ റീപ്ലേസ്മെൻറ്റ് റൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞു. സോ ഇതിൽ ഡെൽറ്റ എക്സ്, ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇവിടെയും ഡെൽറ്റ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ നമുക്ക് എന്തുണ്ടാവും? ഈ ഒരു ടേം ക്യാൻസൽ ചെയ്ത് പോകും. ഈ ഒരു ടേം എന്ന് പറയുന്നതും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് ഏത് ഫോം മാത്രമേ ഉണ്ടായിരിക്കും? ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 3x0² എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? 3x0² എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫോർമൽ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ ബൈ ഫോർമൽ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറയുകയാണ്. അറ്റ് എ ഗിവൺ പോയിന്റ് x0 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ f'(x0) ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് പ്രോബ്ലം 2. ഇതും സിമിലർലി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? യൂസ് ദ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ദ ഡെറിവേറ്റീവ് ആൻഡ് ദ റൂൾസ് ഓഫ് ദ limits to differentiate 1/x for x0 is equal to 0 എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം നമ്മളോട് ഇതെന്ന് പറയുന്നതും ഫോർമൽ ഡെഫിനിഷൻ ഉപയോഗിച്ച് ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ ഏതായിട്ട് നമ്മൾ എടുക്കണം? ലെറ്റ് f(x) is equal to 1/x where x be any real number which is not is equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് f(x) എന്ന് പറയുന്നത് is a rational function. It is continuous everywhere at every non-zero real number എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f(x) is equal to 1/x. ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ അല്ലേ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ എപ്പോഴാണ് ഡിഫൈൻഡ് ആവാതിരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്നത് 0 ആവുന്ന കേസിലാണ് നമുക്ക് ഡിഫൈൻഡ് ആവാതിരിക്കാം. എന്തുകൊണ്ടാണ്? 0 കൊണ്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതായത് ഒരു നമ്പറിന് 0 കൊണ്ടുള്ള ഡിവിഷൻ പോസിബിൾ അല്ല. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 0 ആവുന്ന കേസിലാണ് നമുക്ക് എന്താ അല്ലാതെ ഡിഫൈൻഡ് അല്ലാതെ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് എക്സ് വിച്ച് ഇസ് നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുള്ളത്. എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എക്സ് 0 ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫംഗ്ഷൻ f(x) is equal to 1/x എന്ന് പറയുന്നത് എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. ഒരു p/q ഫോമിൽ എഴുതാൻ പറ്റുന്നതൊക്കെ എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. സോ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് f(x) is equal to 1/x എന്ന് പറയുന്ന ഫോമിലാണ്. അതിനാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? തന്നിരിക്കുന്നത് ഒരു റാഷണൽ ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എവരി നോൺ സീറോ റിയൽ നമ്പർ. അതായത് 0 അല്ലാത്ത ബാക്കി ഏത് റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ തന്നെ നമ്മുടെ ഈ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെ ഗിവൺ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതായത് f'(x0) is equal to ഡെൽറ്റ വൈ ബൈ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്കിത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
നമുക്കിവിടെ പ്രത്യേകിച്ച് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് തരാത്തത് കൊണ്ട് തന്നെ നമ്മൾ എക്സ് നോട്ട് എന്ന് പറയുന്നത് ആർബിട്രറി ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്, അല്ല ആർബിട്രറി ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് അറിയാം, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആദ്യം ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചാൽ മതി. അതിൻ്റെ വിച്ച് ഈസ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? 1/x ആണ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? വിച്ച് ഇസ് ഈക്വൽ ടു 1/x പ്ലസ് ഡെൽറ്റ എക്സ് എന്നായിട്ട് മാറും. അതായത് എക്സിന് പകരം എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ എന്ത് വരും? അതായത് 1/x പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് 1/x വോൾ ഡിവൈഡഡ് ബൈ ഒരു ഡെൽറ്റ എക്സ് എന്ന് വരും അല്ലേ. അപ്പോൾ ഇനി 1/ഡെൽറ്റ ഇതെന്ന് പറയുന്നത് അതിൽ നമുക്ക് ഇതിനെ ഇവിടെ ഒരു *1 ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ 1/ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് പിന്നെ പുറത്തേക്ക് എടുത്തിട്ട് നമ്മളിങ്ങനെ എഴുതി 1/ഡെൽറ്റ എക്സ് ഇൻറ്റു 1/x പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് 1/x എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക പറയുമ്പോൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഇവ തമ്മിൽ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് എന്ത് വരും? 1/ഡെൽറ്റ എക്സ് ഇൻറ്റു, അതായത് ഒരു *1/ഡെൽറ്റ എക്സ് ഇവിടെ ഉണ്ട്, എന്നിട്ട് എക്സ് മൈനസ് ഇവിടുന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എക്സ് മൈനസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വോൾ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നെ പുറത്തത്തെ ഇൻറ്റു 1/ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതാണ് ഇതിവിടെ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്ലസ് എക്സും മൈനസ് എക്സ് കൂടിയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് എന്താ ഇവിടെ ഉണ്ടാവുക? ഈ മൈനസ് ഡെൽറ്റ എക്സ് ഉണ്ടായിരിക്കും. അതായത് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും എക്സ് മൈനസ് എക്സ് മൈനസ് ഡെൽറ്റ എക്സ് എന്ന് വരും അല്ലേ. അപ്പോൾ ഈ എക്സും എക്സ് കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ എന്താ വരിക? മൈനസ് ഡെൽറ്റ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ മുകളിൽ മൈനസ് ഡെൽറ്റ എക്സും താഴെ എന്തിനെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മുടെ ഡെൽറ്റ എക്സും ഡെൽറ്റ എക്സ് കൂടിയും ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ ബാക്കി നമുക്ക് ഇവിടെ ഉണ്ടാവുക വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1/x ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഫോർ ആൾ ഡെൽറ്റ എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ എക്സ് നോട്ട് എന്ന് എടുത്തില്ല, ആ എക്സ് നോട്ടിന് പകരം എക്സ് എന്ന് തന്നെയാണ് ചൂസ് ചെയ്തത്, അത്ര വ്യത്യാസമേ ഉള്ളൂ. ഇനി നമുക്ക് ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ് പ്രകാരം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇപ്പം നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 മൈനസ് 1/x ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. ഇത് ചെയ്തത് ബൈ റീപ്ലേസ്മെൻറ്റ് റൂൾ എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഡെൽറ്റ എക്സ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ ഇവിടെ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 1/x ഇൻറ്റു എക്സ് എന്ന് വരും അല്ലേ. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ, സോ മൈനസ് 1/x സ്ക്വയർ എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1/x സ്ക്വയർ എന്ന് കിട്ടും. അത് നമ്മൾ ഉപയോഗിച്ചത് യൂസിങ് ദ കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തത്. അത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു പ്രോബ്ലത്തിൽ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം 3. യൂസ് ദ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ദ ഡെറിവേറ്റീവ് ആൻഡ് റൂൾസ് ഓഫ് ലിമിറ്റ് ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഫോർ ആൾ എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെയും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ് p/q എന്ന് പറയുന്ന ഫോമുല അല്ലേ. അതായത് ഒരു ഫംഗ്ഷൻ ഡിവൈഡഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ, അതായത് കോഷ്യൻ്റ് ഓഫ് ടു ഗിവൺ ഫംഗ്ഷൻ, അതായത് ഒരു p/q എന്ന് പറയുന്ന ഫോമുല തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റാഷണൽ ഫംഗ്ഷൻ ആണ്. അതായത് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. ഇനി ഇത് എപ്പോഴാണ് കണ്ടിന്യൂസ് ആവാതിരിക്കാം? എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0, അതായത് ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആ ക്വാണ്ടിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 0 ആവുന്ന കേസിലാണ് നമുക്ക് എന്ത് ചെയ്യുക? ഒരു ഗിവൺ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതിരിക്കുക. അപ്പോൾ ആ വരുന്ന കേസിൽ എക്സ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. പക്ഷെ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് എന്താവാൻ പാടില്ല? 1 ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തായി പറ്റാം? ആകെ ഈ ഫംഗ്ഷൻ, അതായത് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 1, എക്സ് 1
ആവരുത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്. റാഷണൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതെന്ന് പറയുന്നത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കുകയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് അറിയാം, എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണെന്ന് അറിയാം, എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് ഈ ഒരു ഫംഗ്ഷനിൽ എക്സിന് പകരം ഡെൽറ്റ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. അപ്പോൾ എന്ത് വരും, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഈ ഡെൽറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സിനെ നമ്മൾ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് 1 ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതി ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് 1 എന്ന് എഴുതി. എഫ് ഓഫ് എക്സ് എന്താണ്, എക്സ് മൈനസ് എക്സ് ബൈ എക്സ് മൈനസ് 1 എന്ന് പറയുന്നത്. ഇനി നമ്മളിതിനെ എന്ത് ചെയ്യുകയാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ 1 ബൈ ഡെൽറ്റ എക്സ് അങ്ങനെ തന്നെ എടുത്തു. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ചെയ്യാം. എന്താ വരും, അതായത് നമ്മളിങ്ങനെ വരും, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. then minus x into x plus delta x minus 1 then all divided by താഴുള്ളത് ഏതൊക്കെയാണ്, x plus delta x minus 1 into x minus 1 ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഓരോ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഇതിന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ദെൻ മൈനസ് 1 ഇൻറ്റു എന്ത് എഴുതാൻ പറ്റും, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് അതിന് എക്സ് ഇൻറ്റു എക്സ് മൈനസ്, ഇനി ഇതിനൊന്ന് ഈ ഒരു ടേമിന് ഇവിടെയുള്ള ഈ ഒരു ടേമിനൊന്ന് അറേഞ്ച് ചെയ്ത് ഏതാണ്, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് മാറ്റിയത് ദെൻ ഡിവൈഡഡ് ബൈ ആ ടേം അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇവിടെ. അതായത് 1 പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് ഡെൽറ്റ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പാണ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചത്, അതങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. ഇനി നമ്മളിവിടെ എന്താ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റെപ്പിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് മൈനസ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് നമുക്ക് വരും. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇവിടെ ഒരു മൈനസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ നമുക്ക് ന്യൂമറേറ്ററിൽ എന്ത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഡെൽറ്റ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 മൈനസ് എക്സ് ഡെൽറ്റ എക്സ് എന്നുണ്ടായിരുന്നു. ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും, ഡെൽറ്റ എക്സ് ഇൻറ്റു എക്സ് മൈനസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് ഡെൽറ്റ എക്സ് എന്ന് വരും അല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു എക്സ് ഡെൽറ്റ എക്സ്, ഇവിടെ ഒരു എക്സ് ഡെൽറ്റ എക്സ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു മൈനസ് എക്സ് ഡെൽറ്റ എക്സ് ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ, മൈനസ് ഡെൽറ്റ എക്സ് മാത്രമാണ് ന്യൂമറേറ്ററിൽ ഉണ്ടായിരിക്കുള്ളൂ. സോ അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 1 by delta x into minus delta x whole divided by x plus delta x minus 1 into x minus 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡെൽറ്റ എക്സിനെയും ഈ ഒരു ഡെൽറ്റ എക്സിനെയും കൂടിയും ക്യാൻസൽ ചെയ്ത് കളയാം. സോ അങ്ങനെ എഴുതുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, മൈനസ് 1 by x plus delta x minus 1 into x minus 1 for all delta x not is equal to 0 എന്ന് കിട്ടി. ഇനി നമ്മൾ ഫോർമൽ ഡെഫിനിഷൻ യൂസ് ചെയ്യുക. ഫോർമൽ ഡെഫിനിഷൻ യൂസ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് എന്ത് വരും, എഫ് ഡാഷ് ഓഫ് എക്സ്, ഒരു മിനിറ്റ്,
എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയും. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. -1/x പ്ലസ് ഡെൽറ്റ എക്സ് -1 ഇൻറ്റു എക്സ് -1 അതിവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഡെൽറ്റ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താ വരിക? -1/x -1 ഇൻറ്റു എക്സ് -1 എന്ന് വരും അല്ലേ. എക്സ് -1 ഇൻറ്റു എക്സ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു -1/x -1 ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ അതായിരുന്നു വിച്ച് ഈസ് ഈക്വൽ ടു -1/x -1 ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് ബൈ യൂസിങ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദി റാഷണൽ ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റി യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. ഇവിടെ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിനെ ഇതാക്കിയിട്ട് നമ്മൾ മാറ്റി എഴുതി. അതെന്ന് പറയുന്നത് യൂസ് ചെയ്തത് റീപ്ലേസ്മെൻറ്റ് ലോ എന്ന് പറയുന്നത് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് യൂസ് ദ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ദ ഡെറിവേറ്റീവ് ആൻഡ് the rules of limit to differentiate root x എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ പറയുക, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരാൻ പറ്റൂ. 1 to എക്സെട്ര ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതാണ് വരാം. അപ്പോൾ നമുക്കിവിടെ ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് വെർ എക്സ് ബി എനി പോസിറ്റീവ് റിയൽ നമ്പർ. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർ എക്സ് ബി എനി പോസിറ്റീവ് റിയൽ നമ്പർ. എക്സ് എന്ന് പറയുന്നത് ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ ആവാന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റ് അല്ല, ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? കമ്പ്യൂട്ട് ചെയ്യണം. സോ നമ്മൾ അത് കമ്പ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? റൂട്ട് എക്സ് എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും? വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നായിട്ട് മാറും. അതായത് എക്സിന് പകരം എന്താ പറയുക? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇതായിട്ട് മാറും. എന്തായിട്ട് മാറും? റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് റൂട്ട് എക്സ് വോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്നായിട്ട് നമുക്ക് മാറും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ന്യൂമറേറ്ററിലും നമുക്കിതിനെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇതിൻ്റെ പ്ലസ് ആക്കിയിട്ടുള്ള, അതായത് റൂട്ട് കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് റൂട്ട് എക്സ് കൊണ്ട് ബോത്ത് ന്യൂമറേറ്റർ എന്ന് പറയുന്നതും ഡിനോമിനേറ്റർ എന്ന് പറയുന്നതും മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? അതായത് റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് റൂട്ട് എക്സ് ഇൻറ്റു അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. റൂട്ട് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, ഇവിടെ പ്ലസ്, അതായത് ഇവിടെ മൈനസ് എന്നുണ്ടായിരുന്നു, അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുമ്പോൾ പ്ലസ് റൂട്ട് എക്സ് വോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും സെയിം ക്വാണ്ടിറ്റി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുന്നത്? ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇത് എന്ന് വരും അല്ലേ. അപ്പോൾ എന്താണ്? റൂട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പോൾ എന്താ പറയുക? റൂട്ട് പോയിട്ട് നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയും. അടുത്ത ടേം എന്താണ്? റൂട്ട് എക്സ് ഇതേ ഇൻറ്റു ദിസ് ടേം എന്ന് വരും അല്ലേ. അപ്പോൾ അടുത്ത ടേം എന്താ വരിക? അതായത് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് നമുക്ക് അവിടെ വരും. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് റൂട്ട് എക്സ് ഇൻറ്റു ഇത് ചെയ്യാം. സോ മൈനസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, ദെൻ മൈനസ് റൂട്ട് എക്സ് ഇൻറ്റു പ്ലസ് റൂട്ട് എക്സ് എന്ന് വരും. മൈനസ് റൂട്ട്, അപ്പോൾ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് അവിടെ ഒരു മൈനസ് വരും. ദെൻ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് വരും അല്ലേ. അപ്പോൾ ഈ ഒരു ടേമും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് എന്തുണ്ടാവുള്ളൂ? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് എന്ന് മാത്രമാണ് ബാക്കി ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ ന്യൂമറേറ്റർ എന്തായിട്ട് മാറി? എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് വോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് റൂട്ട് എക്സ് എന്ന് വരും അല്ലേ. ഇനി ഇവിടെ നോക്കുക, ഈ എക്സും മൈനസ് എക്സ് കൂടിയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് ഇവിടെ എന്താ ഉണ്ടാവുക? ഒരു ഡെൽറ്റ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഇൻറ്റു അടുത്ത സ്റ്റെപ്പിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്
ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് റൂട്ട് എക്സ് എന്ന് വരും അല്ലേ. അതിൽ ഈ ഡെൽറ്റ എക്സും കൂടെയും ക്യാൻസൽ ചെയ്ത് കളയുക, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, 1/√x പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് റൂട്ട് എക്സ് ഫോർ ആൾ ഡെൽറ്റ എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇത് നമ്മുടെ ഫോർമൽ ഡെഫിനിഷൻ എന്തായിരുന്നു? ഫോർമൽ ഡെഫിനിഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നായിരുന്നു. ഇനി ഈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 1/√x പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് റൂട്ട് എക്സ് എന്ന് വരും. അതെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചത് റീപ്ലേസ്മെൻറ്റ് ലോ ഓഫ് ലിമിറ്റ്സ് എന്ന് പറയുന്നതാണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൽ ഈ ഒരു ലിമിറ്റിനെ നമ്മൾ ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതാണ്. ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 1 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് അല്ല ഡെൽറ്റ എക്സ് ആണ്, ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഈ ഡിനോമിനേറ്ററിലുള്ള ടേം എന്ന് എഴുതാൻ പറ്റും. അവിടെ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 1 എന്ന് പറയുന്നത്, അതായത് ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കോൺസ്റ്റൻറ്റിന് എഴുതാൻ പറ്റും. സോ അതെന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. താഴെ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 റൂട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് റൂട്ട് എക്സ് എന്ന് വരും അല്ലേ. ഇനി ഇതിനെ വീണ്ടും നമുക്ക് സം റൂൾ ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ചത് എന്താണ്, കോഷ്യൻ റൂൾ ആയിരുന്നു. കോഷ്യൻ റൂൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കിട്ടി. ഇനി ഇതിൽ സം റൂൾ കൊടുക്കുക. സം റൂൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് എന്ത് പറ്റും, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 റൂട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 റൂട്ട് എക്സ് എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 റൂട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 റൂട്ട് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഡെൽറ്റ എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, 0 എന്ന് കൊടുക്കുക. അതിന് 0 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എന്തായിട്ടും 0 എന്ന് വരും. സോ അതെന്തായിട്ട് മാറും, അതായത് 1/√x പ്ലസ് നമുക്ക് എന്ത് വരും, ഒരു റൂട്ട് എക്സ് എന്ന് പറയും. 2 ടൈംസ് റൂട്ട് എക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരും, 2 റൂട്ട് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ദെർഫോർ വി ക്യാൻ ഗെറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ഒരു പ്രോബ്ലം ആണ് ഇതെന്ന് പറയുന്നത് പ്രോബ്ലം 5, ഡിസ്കസ് ദ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് y ഈസ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്ന് മാറ്റി എഴുതാറുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴും എക്സ് ലെസ് ദാൻ 0 ആണ്. സോ നമ്മൾ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് പറയും, എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതൊന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെക്കുന്നതാണ്. നമ്മൾ ഗ്രാഫിക്കലൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ മോഡ് എക്സിന് നമ്മൾ എങ്ങനെ മാറ്റി എഴുതുക എന്നുള്ളത് അവിടെ പഠിച്ചതാണ്. ആൻഡ് മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യുന്നത് രണ്ട് കേസിൽ, അതായത് നമുക്ക് എന്താണ് നോക്കേണ്ടത്, ഡിഫറൻഷ്യബിലിറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡ് എക്സിൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ആണ് നോക്കേണ്ടത്. സോ മോഡ് എക്സിനെ ഇങ്ങനെ തരത്തിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എഫ് ഡാഷ് എന്ന് പറയുന്നത് രണ്ട് സെപ്പറേറ്റ് കേസിൽ കാണണം. എങ്ങനെ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എടുത്തിട്ട് ഡിഫറൻഷ്യബിലിറ്റി കാണണം. അതേമാതിരി തന്നെ എക്സ് ലെസ് ദാൻ 0 ആവുന്ന കേസിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറയുന്നത് എടുത്തിട്ടും ഡിഫറൻഷ്യബിലിറ്റി കാണണം. അപ്പം അങ്ങനെ നമ്മൾ രണ്ട് തരത്തിൽ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നത് കാണണം. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇഫ് എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നാണ്. അതേസമയം ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആവുന്ന കേസിൽ നമ്മൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ എടുക്കാറ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് എടുക്കണ്ടേ അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നായിട്ട് അത് മാറും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 മൈനസ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അടുത്ത സ്റ്റെപ്പിൽ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഉണ്ട് ഇവിടെ, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് എക്സ് മൈനസ് ഡെൽറ്റ എക്സ് ദെൻ മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും, പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയും വോൾ ഡിവൈഡഡ് ബൈ ഒരു ഡെൽറ്റ എക്സ് എന്ന് വരും അല്ലേ. ഇപ്പം മൈനസ് എക്സും ഇവിടെ ഇതില്ലേ ഡെൽറ്റ എക്സ് പ്ലസ് എക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ മൈനസ് എക്സും പ്ലസ് എക്സും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. അടുത്ത സ്റ്റെപ്പിൽ എന്താ നമുക്ക് വരിക, ലിമിറ്റ് മൈനസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഒരു ഡെൽറ്റ എക്സ് വരും. ഡെൽറ്റ എക്സും ഡെൽറ്റ എക്സ് കൂടി ക്യാൻസൽ ചെയ്ത് പോകും വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു
അല്ല 0 -1 എന്ന് വരും അല്ലേ. അപ്പം -1 എന്ന് പറയുന്നത് നമുക്ക് എന്താണ് -1 വരും. -1 എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ ഡെൽറ്റ എക്സ് നോട്ട് ഒന്ന് ടെൻഡിങ് ടു 0. അവിടെ ഡെൽറ്റ എക്സ് നോട്ടിൻ്റെ ടേം ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ കോൺസ്റ്റൻ്റ് റൂൾ തന്നെ, അതായത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഈ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതേ കോൺസ്റ്റൻ്റ് തന്നെ കിട്ടുക. സോ നമുക്ക് അവിടെ എന്ത് വരും വിച്ച് ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഇനി നമ്മൾ അതായത് ഇപ്പം നമുക്ക് എന്ത് കിട്ടി, എഫ് ഡിഫറൻഷ്യബിൾ ആണ് ഫോർ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ. ഓക്കെ, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഡിഫറൻഷ്യബിളും ആണ്. ആ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -1 ആണ് ഫോർ ആൾ എക്സ് ലെസ് ദാൻ 0. ഇവിടെ ശ്രദ്ധിക്കണം, എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ് എപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആവുന്ന കേസിൽ എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു -1 ആണ് ഫോർ ആൾ എക്സ് ലെസ് ദാൻ 0. ഇനി നമ്മൾ അടുത്ത കേസ് നമ്മൾ നോക്കണം. അടുത്ത കേസ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ എടുക്കേണ്ടത്, എക്സ് ആണ് എടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കണം. എക്സ് ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് നമ്മൾ എന്താ പറഞ്ഞത്, അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -x ആയിരുന്നു ഇവിടെ എന്നാണ്. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് വോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെ നമുക്ക് ഇവിടെ എന്താണ് എക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. അങ്ങനെ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് തന്നെയായിട്ട് മാറും. സോ ഇത് എന്തായിട്ട് മാറി, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് വോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് അല്ലേ. അപ്പോൾ ഈ എക്സ് മൈനസ് എക്സും പ്ലസ് എക്സ് മൈനസ് എക്സ് കൂടി ക്യാൻസൽ ചെയ്തു. ദെൻ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് വരും. ഡെൽറ്റ എക്സും ഡെൽറ്റ എക്സ് കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 1 എന്ന് വരും. ബൈ കോൺസ്റ്റന്റ് റൂൾ പ്രകാരം വിച്ച് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്തും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ് 1. അതായത് ഇവിടെ എന്താ പറയുന്നത്, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയും എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ വരുന്നത്, ഈസ് ഈക്വൽ ടു 1 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു പോയിന്റിൽ കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ. ഇനി ഏതാ പോയിന്റ്, ആ പോയിന്റിൽ നമുക്ക് എന്ത് വരയ്ക്കുകയാണ്, 0 എന്ന് പറയുന്ന പോയിന്റ്. 0 എന്ന് പറയുന്ന പോയിന്റിൽ എന്താ നോക്കാൻ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന് പകരം 0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 0 വോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിട്ട് മാറും, എഫ് ഓഫ് ഡെൽറ്റ എക്സ് മൈനസ് 0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, മോഡ് എക്സ് എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കിവിടെ എഫ് ഓഫ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് ഡെൽറ്റ എക്സ് എന്ന് വരും. അതാണ് ഇവിടെ മോഡ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതേമാതിരി നമുക്ക് ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ സമയത്ത് ഓക്കെ, ഇപ്പം നമുക്ക് മോഡ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ആയിരിക്കും എപ്പോൾ ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. അതുമാതിരി തന്നെ മൈനസ് ഡെൽറ്റ എക്സ് ആയിരിക്കും എപ്പോൾ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആവുന്ന കേസിലും അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ കേസിൽ ചെയ്യുമ്പോൾ അപ്പോൾ ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഈ മോഡ് ഡെൽറ്റ എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, വെറും ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും അല്ലേ. ഇനി മോഡ് ഡെൽറ്റ എക്സ് ലെസ് ദാൻ ആവുന്ന 0 പകരം മോഡ് ഡെൽറ്റ എക്സിന് നമ്മൾ എന്ത് കൊടുക്കണം, മൈനസ് ഡെൽറ്റ എക്സ് എന്ന് കൊടുക്കണം അല്ലേ. അപ്പോൾ മൈനസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്, ഡെൽറ്റ എക്സും ഡെൽറ്റ എക്സും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അറ്റ് 0 നമുക്ക് എന്ത് കിട്ടി, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 വാല്യൂ കിട്ടിയില്ലേ, ഏതൊക്കെ 1ഉം -1 എന്ന് പറയുന്നതും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ഫോർ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അതായത് 0 എന്ന് പറയുന്ന പോയിന്റിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിന് 2 വാല്യൂസ് വരുന്നു. ഏതൊക്കെ വാല്യൂസാണ് വരുന്നത്, 1 എന്ന് പറയുന്ന ഒരു വാല്യൂ, -1 എന്ന് പറയുന്ന വേറൊരു വാല്യൂയും വരുന്നു. അങ്ങനെ 2 വാല്യൂസ് വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്തല്ല, നോട്ട് ഡിഫൈൻഡ് ഫോർ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കാരണം ഡെൽറ്റ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് -1 ആവും. ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 1 ആവും. അപ്പോൾ അവിടെ നമുക്കൊരു സിംഗിൾ നമ്പർ എൽ എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു എൽ എന്ന് പറയുന്ന ഒരു നമ്പറിലോട്ട് ഡെൽറ്റ എക്സ് വൈ ബൈ ഡെൽറ്റ എക്സ് എന്ത് ചെയ്യണില്ല, അപ്രോച്ച് ചെയ്യുന്നില്ല. അതായത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് കനോട്ട് അപ്രോച്ചസ് ടു എ ലിമിറ്റ് എൽ വെൻ എപ്പോൾ
വെൻ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ടെൻഡിങ് ടു സീറോ, ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു സീറോ ആവുന്ന കേസിൽ ആവുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അതുകൊണ്ട് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു സീറോ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ് വെൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ. അതുകൊണ്ട് എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞു. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്, ശ്രദ്ധിക്കണം. ഇത് 3 കേസായിട്ട് വേണം നമുക്ക് ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ട്. ഒന്ന് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോൾ എന്താ നോക്കണം, എക്സ് ലെസ് ദാൻ സീറോ ആകുമ്പോൾ എന്താ നോക്കണം, എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ എന്താ നോക്കണം. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എപ്പോൾ എക്സ് ലെസ് ദാൻ സീറോ ആവുന്ന സമയത്ത്. ആ സമയത്ത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, -1 ആയിരിക്കും. അതേമാതിരി തന്നെ ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആവുന്ന സമയത്തും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് ദ ഡെറിവേറ്റീവ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആവുന്ന സമയത്ത് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്നത് cannot be differentiable. അതിനുള്ള കാര്യങ്ങളാണ് ഇത്രയും ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അത് സെൻറ്റൻസസ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ച് വെക്കുക തന്നെ ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഈ ഒരു ലാസ്റ്റത്തെ പ്രോബ്ലം. ഇത് ശ്രദ്ധിക്കുക തന്നെ വേണം. ഈ ഒരു പ്രോബ്ലം 3 കേസസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് അതൊന്ന് പഠിക്കാം. ഓക്കെ.